തൃത്താല ഹാപ്പിയാണ്. തൃത്താല ഹാപ്പിയാവാൻ ആവശ്യമായ കാര്യങ്ങൾ കഴിഞ്ഞ 5 വർഷം നടത്തിയിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ. അത് എതിർ സ്ഥാനാർത്ഥി 4 കൊല്ലം ഉറങ്ങിപ്പോയതുകൊണ്ടാണ്. അദ്ദേഹം 4 കൊല്ലം നടന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ല. അവസാനം കണ്ണു തുറന്നത് ഇലക്ഷനായപ്പോഴാണ്. അപ്പോഴാണ് ഇപ്പോൾ നടക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം വെല്ലുവിളിച്ച ഗവൺമെൻറ് കോളേജിലെ കിഫ്ബി കെട്ടിടം നിങ്ങളതൊന്ന് ചെയ്ത് ഫോട്ടോ എടുത്ത് കാണിക്ക് എന്ന് വെല്ലുവിളിച്ച അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിലയിട്ടിരുന്നു. അത് MLA 1.5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ പൂർത്തിയാക്കി. തൃത്താലയുടെ മുഖച്ഛായ ഇപ്പോൾ മാറ്റാനുള്ള എല്ലാ അടിത്തറയും ഇപ്പോൾ തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു. നമുക്ക് പരിഹരിക്കാം. ഞാൻ കൊടുത്തതാണ്. അത് കൊടുത്തിരിക്കണേ. അത് കളിക്കാൻ പറ്റില്ല. നീ ചെറിയതേ നീ ചെറിയ 2-3 അടുക്കളി പരിഹരിക്കാം. നമ്മളെല്ലാരും കൂടിയിട്ട് തൃത്താല മണ്ഡലം LDF സ്ഥാനാർത്ഥി MB രാജേഷ് പരിഹരിക്കാം. നടന്നുകൊണ്ട് ഇപ്പോൾ ജനസമ്പർക്ക പരിപാടിയാണ്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ പോകുന്നു, ഇങ്ങനെ വീടുകൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുന്നു, ആളുകളെ കാണുന്നു, വോട്ടഭ്യർത്ഥിക്കുന്നു. അത് ഗംഭീരമായിട്ട് കണ്ടില്ലേ ഇപ്പോൾ? ശരി, അപ്പോൾ നമുക്ക് ഇവിടെ സിദ്ദിഖ അപ്പോൾ കാണാം. ഹലോ, MB രാജേഷ് സിദ്ദിഖല്ല, MB രാജേഷാണ്. കേൾക്കുന്നുണ്ടോ? ഇത് MB രാജേഷ് സിദ്ദിഖയുടെ നിന്ന് ഫോണ് വാങ്ങിയതാ. കേൾക്കാമോ? അപ്പൊ എന്നെ വോട്ട് ചെയ്ത് സഹായിക്കണം. ആണോ? ആയിക്കോട്ടെ, മതി. അപ്പൊ സിദ്ദിഖയുടെ ഞാൻ ഫോണ് വാങ്ങിയതാണ്. എന്നാ ശരി, കൊടുക്കാം, തിരിച്ചു കൊടുക്കാം. ശരി, കാണാം. ശരി, ഓക്കെ. പോസ്റ്ററിലെ പോലെ തന്നെ ഇപ്പോൾ തൃത്താല ഹാപ്പിയാണ്. കണ്ടില്ലേ ഇപ്പൊ കണ്ടിട്ട് എന്ത് തോന്നി? ഹാപ്പിയാണെന്ന് തോന്നിയോ? ഇപ്പോൾ തൃത്താല ഹാപ്പിയാണ്. തൃത്താല ഹാപ്പിയാവാൻ ആവശ്യമായ കാര്യങ്ങൾ കഴിഞ്ഞ 5 വർഷം നടത്തിയിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ. അതാണ് തൃത്താലയെ ഹാപ്പിയാക്കിയത്. ഇപ്പോൾ ഇത് അവസാനം വെച്ചിട്ടാണ് ഈ വികസന പദ്ധതികളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് എതിർ സ്ഥാനാർത്ഥി പറയുന്നത്. അത് എതിർ സ്ഥാനാർത്ഥി 4 കൊല്ലം ഉറങ്ങിപ്പോയതുകൊണ്ടാണ്. അദ്ദേഹം 4 കൊല്ലം നടന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ല. അവസാനം കണ്ണു തുറന്നത് ഇലക്ഷനായപ്പോഴാണ്. അപ്പോഴാണ് ഇപ്പോൾ നടക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ടാണ്. വേണമെങ്കിൽ ഞാൻ എണ്ണി പറയാം. അതൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞല്ലോ, നേർക്ക് നേരെ ഇരുന്ന് സംസാരിക്കാം എന്ന്. അതിന് അദ്ദേഹത്തിന് ധൈര്യമില്ലല്ലോ. ഭീരുക്കൾ ഒളിഞ്ഞിരുന്ന് പലതും പറയും. നേർക്ക് നേരെ സംസാരിക്കുന്നവരാണ് ഞങ്ങളെല്ലാം. യുവതലമുറയാണ് കൂടുതൽ വോട്ടർമാരായിട്ടുള്ളത്. അവരോട് എന്താണ് ഈ വേളയിൽ പറയാനുള്ളത്? തൃത്താലയെ സ്മാർട്ടാക്കും. ഇപ്പോൾ തന്നെ തൃത്താല സ്മാർട്ടാവാനുള്ള എല്ലാ അടിത്തറയും ഒരുക്കി. റോഡുകളൊക്കെ ഗംഭീരമായി. സ്റ്റേഡിയം വന്നു, കരണപ്രയിൽ സ്റ്റേഡിയം വന്നു. ഗാലറി ചാലിശ്ശേരി സ്കൂളിൽ ചെയ്തു. സ്പോർട്സ് കോംപ്ലക്സിൻ്റെ നിർമ്മാണം തൃത്താല പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നഴ്സിംഗ് കോളേജ് വന്നു, ITI വന്നു. അപ്പോൾ ഒരേ സമയം റിക്രിയേഷനുള്ള സൗകര്യങ്ങളുണ്ട്, ഒപ്പം നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്. തൃത്താലയെ ഒരു സ്മാർട്ടാക്കിയിട്ട് മാറ്റും. ഒരു തൃത്താലയുടെ മുഖച്ഛായ ഇപ്പോൾ മാറ്റാനുള്ള എല്ലാ അടിത്തറയും ഇപ്പോൾ തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു. അടുത്ത റോഡുകളടക്കം ഇപ്പോൾ ധൃതി പിടിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം ഉറങ്ങിപ്പോയതുകൊണ്ടാണെന്ന്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഉണർന്നാലുള്ള പ്രശ്നമാണ്. ഇതുവരെ നടന്നതൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല. ഞാൻ വേണമെങ്കിൽ എണ്ണി പറഞ്ഞുതരാം. ഓരോ റോഡ് ആദ്യം ചെയ്ത റോഡ് ഈ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നില്ലേ, കപ്പൂർ പഞ്ചായത്ത് കോഴിക്കര, അത് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട് 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ്. കാഞ്ഞിരത്താണി കൊക്കൂർ റോഡ് ഗംഭീരമായിട്ട് 5 കോടി നിർമ്മാണം നടന്നത്. പിന്നെ 1.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം വെല്ലുവിളിച്ച ഗവൺമെൻറ് കോളേജിലെ കിഫ്ബി കെട്ടിടം നിങ്ങളതൊന്ന് ചെയ്ത് ഫോട്ടോ എടുത്ത് കാണിക്ക് എന്ന് വെല്ലുവിളിച്ച അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിലയിട്ടിരുന്നു. അത് MLA 1.5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ പൂർത്തിയാക്കി. MLA 1 കൊല്ലത്തിനുള്ളിലാണ് പരുതൂർ GLP സ്കൂളിൻ്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ഇങ്ങനെ അപ്പോൾ MLA പിറ്റേ ദിവസം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ കൊല്ലം മുതൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലാണ്ട് എല്ലാം കൂടി അവസാനത്തെ കൊല്ലം ചെയ്യാൻ പറ്റുമോ? അവസാനത്തെ കൊല്ലം വരെ നടന്നു എന്നതാണ്. അദ്ദേഹം കണ്ണും തിരുമ്പി എഴുന്നേറ്റത് തെരഞ്ഞെടുപ്പ് സമയത്തായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ.
അവസാനം ഒരു ചോദ്യം കൂടെ. ഉണ്ടാണെന്നാണ് ഇവിടെ പറഞ്ഞു നടക്കുന്നത്. അതെല്ലാം അങ്ങനെ അവകാശപ്പെടുകയല്ലേ, അതെല്ലാം അവകാശപ്പെടുകയല്ലേ. 10 കൊല്ലം ഒന്നും ചെയ്യാതിരുന്നിട്ട് പിന്നെ ഇപ്പോൾ ഓരോന്ന് നടക്കുമ്പോൾ അത് പണ്ട് ഞാൻ സ്വപ്നം കണ്ടതാണെന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC പറയുന്നുണ്ട്. അപ്പോൾ LDF-ന് എന്തുകൊണ്ടാണ് LDF കർണാടകയിലെ സൗജന്യ യാത്ര പോലെ ആവുമോ? കർണാടകയിൽ സൗജന്യ യാത്ര നടത്തിയിട്ട് അവിടുത്തെ KSRTC ഇപ്പോൾ കൂട്ടാൻ നിൽക്കണമല്ലോ. അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ വരും. ഇവർ ചോദിക്കുന്നത് തൃത്താല ഹാപ്പി ആണോ എന്നാണ്. ശരി, നമ്മൾ കണ്ടതാ.